പക്ഷെ കടുത്ത ഇടതുപക്ഷ ചായ്വ് വച്ചു പുലർത്തുന്ന ഒരു ചാനലാണ്. മിക്ക ചാനലുകൾ അങ്ങനെയാണെങ്കിലും ഇത് ഞങ്ങൾ ഇടതുപക്ഷത്തിന് വേണ്ടി മാത്രം സംസാരിക്കുന്നവരാണ് എന്ന് പറയുന്ന ഒരു ചാനലാണ് റിപ്പോർട്ടർ ചാനൽ. അവർക്ക് റീച്ചിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ TRP ഉയർത്താനായിട്ട് എന്ത് വ്യാജ വാർത്തകൾ കൊടുക്കാനും ഏത് തരത്തിൽ അതിനെ വളച്ചൊടിച്ച് അവർക്ക് വേണ്ടുന്നതാക്കി എടുക്കാൻ അവർ ഭയങ്കരമായി കിടന്ന് പാടുപെടുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ചില വാർത്തകളൊക്കെ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കുകയും പറയുകയും ചെയ്യുന്നത് അന്ന് മനസ്സിലാവും. കാരണം ഈ അടുത്ത സമയത്ത് തന്നെ ഡോക്ടർ അരുൺകുമാർ, അദ്ദേഹം ഒരു കോളേജ് അധ്യാപകൻ കൂടിയായിരുന്നു ആളാണ്. നമ്മുടെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പോയ ഒരു സംരംഭത്തെക്കുറിച്ച് എന്താണെന്ന് പോലും അത് മനസ്സിലാക്കാൻ അറിയാത്ത ഒരാളാണ് അരുൺകുമാർ എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ അദ്ദേഹത്തിനെതിരെ വലിയ 400 കോടി നിക്ഷേപമുള്ള ഒരു സ്ഥാപനം മൈ മീ എ കോഫി, ആ സ്ഥാപനം ഒരു കാപ്പിക്കടയാണ് എന്ന് പറഞ്ഞ് അതാണ് സതീശൻ ഉദ്ഘാടനം ചെയ്യാൻ പോയതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉയർത്തിയവർ. പിന്നീട് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ട്രോൾ കഴിഞ്ഞ് എന്തിനാ മുഖ്യമന്ത്രി VD സതീശൻ തന്നെ പറഞ്ഞു ഞാനൊരു കാപ്പിക്കട ഉദ്ഘാടനം ചെയ്യാൻ പോയെന്ന് പറഞ്ഞ് ചിലർ കിടന്ന് പറയുന്നത് കേട്ടു. ആ കാപ്പിക്കട എന്ന് പറയുന്നത് ഇതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം വിവരിച്ചു കൊടുക്കുന്നു. അപ്പം ആ തരത്തിലേക്ക് വരെ ആ ചാനൽ അധപ്പതിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ വലിയ രീതിയിൽ ആ ചാനലിനെതിരെ വിമർശനം ഉയരുന്നുണ്ട്. പക്ഷേ അതായത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത് കാപ്പിക്കട 400 കോടിയുടെ ഇൻവെസ്റ്റ് ഉള്ള ഒരു സ്ഥാപനത്തെയാണ് കാപ്പിക്കട എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുക അപമാനിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ ഈ കാപ്പിക്കടയുമായി ബന്ധപ്പെട്ടല്ല, അതിന് കൃത്യമായി മുഖ്യമന്ത്രി പണി കൊടുക്കുമെന്നാണ് തോന്നുന്നത്. കാരണം മുഖ്യമന്ത്രി അടക്കം അത് കൃത്യമായി പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ വീണ്ടും പണി കിട്ടി GSTയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളിൽ പണി വരുന്നു എന്നാണ് കേൾക്കുന്നത്. ഈ TRP ഒക്കെ കൂട്ടാനായി ഇത്തരം വ്യാജ വാർത്തകൾ പലരും IAS തലത്തിലുള്ളവരും അഡ്വക്കേറ്റുമാരും ഒക്കെ പലരും ഫേസ്ബുക്കിൽ അടക്കം ഈ ചാനലിനെ പറ്റിയൊക്കെ നിരന്തരം ഇങ്ങനെ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണ സതീശൻ കച്ച കെട്ടി ഇറങ്ങുമോ? അല്ല, സതീശന് തീർച്ചയായിട്ടും രാഷ്ട്രീയമായ ഒരു താല്പര്യം കൂടി കാണും ആ കേസിൽ. പക്ഷേ നമ്മുടെ ക്രിമിനലുകൾക്ക് മൊത്തത്തിലെടുത്തു കഴിഞ്ഞാൽ ബേസിക്കലി മനുഷ്യനെ പറ്റിച്ചും സർക്കാരിനെ പറ്റിച്ചും നികുതി വെട്ടിച്ചും ഈ മരം കട്ടുവിറ്റും ഒക്കെ ചെയ്യുന്ന ബിസിനസ് മുഴുവൻ വളഞ്ഞ വഴിക്ക് ചെയ്യുന്ന ക്രിമിനലുകൾ 2 താവളം ഉണ്ടാവും അവർക്ക്. അവർക്ക് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാവും എപ്പോഴും. ഇപ്പോൾ ഞാൻ കേരള രാഷ്ട്രീയത്തിൽ കണ്ടിട്ടുള്ള ഒന്നുകിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തണൽ അവർക്ക് എപ്പോഴും വേണം, അല്ലെങ്കിൽ പിന്നെ അവർ പോയി ഒളിക്കുക ഏതെങ്കിലും ഒരു മീഡിയ. ആദ്യകാലത്തൊക്കെ പത്രങ്ങൾക്ക് അകത്തായിരുന്നു ഒളിച്ചിരുന്നത്. എനിക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല, ഈ മലയാള മനോരമയുടെ പത്രാധിപർ മാമൻ മാപ്പിള ജയിലിൽ പോയിട്ടുണ്ടല്ലോ. നമ്മളെന്താ ധരിച്ചത്? മാമൻ മാപ്പിള ജയിലിൽ പോയപ്പോൾ രാജ്യത്തിന് വേണ്ടി രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എഴുതിയിട്ട് ബ്രിട്ടീഷുകാർക്ക് എതിരായിട്ട് എഴുതിയിട്ടോ അല്ലെങ്കിൽ മഹാരാജാക്കന്മാർക്ക് എതിരായിട്ട് എഴുതിയിട്ടോ ജയിലിൽ പോയി എന്നല്ലേ? അല്ല, ബ്ലേഡ് കമ്പനി നടത്തിയിട്ട് തട്ടിപ്പ് നടത്തിയപ്പോൾ ജയിലിൽ പോയതാ. പക്ഷേ രക്ഷപ്പെടുത്താൻ അവർക്ക് അന്നും ഒരു പത്രമുണ്ട്. മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടറായിരുന്ന MP വീരേന്ദ്രകുമാറിനെതിരെ ഒരുപടി കേസുകൾ വയനാട്ടിലെ ഭൂമിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുണ്ട്. അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത് മാതൃഭൂമി പത്രം. അദ്ദേഹത്തിന് ഒളിച്ചിരിക്കാൻ 2 കാര്യമുണ്ട്. അദ്ദേഹം അന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷിയായ സോഷ്യലിസ്റ്റുകളുടെ വലിയ നേതാവായിരുന്നു. അപ്പോൾ രാഷ്ട്രീയമായ ഒരു അഭയം, മീഡിയയുടെ ഒരു അഭയം, ഇത് രണ്ടും നമ്മുടെ ക്രിമിനൽ മീൻസ് ഇത്തരം കുറ്റകൃത്യങ്ങളിൽ പലപ്പോഴും ആരോപിതരായ ആളുകൾ എപ്പോഴും ഉപയോഗിക്കുന്ന 2 പ്ലാറ്റ്ഫോമുകളാണ്. 2 മറയാണ്, അല്ലെങ്കിൽ 2 മുഖംമൂടിയാണ്. അതും അല്ലെങ്കിൽ 2 രക്ഷാ കവചങ്ങളാണ്. ഒന്നുകിൽ രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ മീഡിയ. ഇപ്പോൾ ഈ റിപ്പോർട്ടർ TV മലയാളത്തിൽ ഉണ്ടാക്കിയ ഒരു കൾച്ചർ എന്താ? റിപ്പോർട്ടർ TV പൊടുന്നനെ ഉയർന്നു വരികയാണല്ലോ. എന്തായിരുന്നു കാരണം? അതിന് തൊട്ട് മുമ്പുള്ള, ഇപ്പോൾ പഴയതാണെങ്കിൽ നമുക്ക് പഴയ കഥകൾ തെരഞ്ഞു പോകണമെന്ന് വിചാരിക്കാം. പക്ഷേ റിപ്പോർട്ടർ TVയുടെ കഥ എന്താ? റിപ്പോർട്ടർ TVയുടെ തൊട്ടുപ്പ് ഈ ആൻഡോ അഗസ്റ്റിൻ, ഈ പേരുകൾ ആൻഡോ ബ്രദേഴ്സ് എന്നൊക്കെ പറയുന്ന അവരെ നമ്മൾ എവിടുന്നാ കേൾക്കുന്നത്? ആദ്യമായിട്ട് മുട്ടിൽ മരമുറി കേസിലാണ്. എന്ന് പറഞ്ഞാൽ രാജ്യത്തെ പറ്റിച്ച് പ്രകൃതിക്ക് പരിസ്ഥിതി നാശം ഉണ്ടാക്കി നികുതി വെട്ടിച്ച് കള്ളപ്പണം വെളുപ്പിച്ച് അങ്ങനെ വന്നൊരു മൂവ്മെൻ്റാണ്. ആ മൂവ്മെൻറ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒന്നാമത്തെ കാര്യം, അവരെ ചോദ്യം ചെയ്യാനാവാത്ത വിധം ഉദ്യോഗസ്ഥന്മാർ നിസ്സഹായരായി. 2 കാരണം കൊണ്ട്. ഇത് രണ്ടും അവർ ഒരുമിച്ച് പ്രയോഗിച്ചു. ഒന്ന്, അവർ ഈ കള്ളപ്പണം കൊണ്ട് ഒരു മീഡിയ സ്വന്തമാക്കി. എന്നിട്ട് വലിയ വില കൊടുത്താൽ കിട്ടുന്ന, ഉള്ളിലൊരു വിലയുമില്ലാത്ത കുറേ മാധ്യമപ്രവർത്തകരെയും വലിയ വില കൊടുത്ത് ആലോചിച്ച് നോക്കൂ നിങ്ങൾ.
ഒരു മീഡിയയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ, മലയാള മീഡിയയിൽ എത്ര പെട്ടെന്നാണ് വലിയ തോതിലുള്ള വേജസ് വർദ്ധിച്ചത്, സാലറി കൂടിയത്? നോക്കിയാൽ മതി. ഈ ആളുകളൊക്കെ നേരത്തെ നിന്നിടത്ത് നിന്ന് പെട്ടെന്ന് റിപ്പോർട്ടർ ടി വിയിലേക്ക് വരുമ്പോൾ എത്ര ഇരട്ടിയാണ് അവർ ശമ്പളം കൂടുന്നത്. ഇനി റിപ്പോർട്ടർ ടി വിയിൽ നിന്ന് ചിലർ ബിഗ് ടി വിയിലേക്ക് പോയപ്പോൾ എത്ര കൂടി? ഈ ആളുകൾ എടുത്താൽ മതി. അപ്പോൾ ഉറപ്പാണ് നേരെ ചൊവ്വയുള്ള പണമല്ല ഈ കിട്ടുന്നത്. ഒരു മീഡിയ നടത്തിയിട്ട്, ഇന്നത്തെ കാലത്ത് ഒരു ചാനൽ നടത്തിയിട്ട് എത്ര കോടി ലാഭം ഉണ്ടാക്കാൻ പറ്റും? അതിനൊക്കെ ഒരു കണക്കുണ്ട്, പരിമിതിയുണ്ട്. പഴയ പോലെയല്ല. വളരെ വളരെ മത്സരാധിഷ്ഠിത എത്ര ചാനലുകൾ, ഈ കൊച്ചു മലയാളത്തിൽ എത്ര ചാനലാണ്. ഇതൊക്കെ മത്സരിച്ച് വേണം ഇവിടുത്തെ പരസ്യങ്ങൾ കൊടുക്കാൻ, ഇതൊക്കെ മത്സരിച്ച് വേണം വ്യൂവർഷിപ്പ് കൂട്ടാൻ. എന്നിട്ട് ലാഭം ഉണ്ടാക്കുന്നു, എന്നിട്ട് വലിയ വലിയ ശമ്പളം കൊടുക്കാൻ കഴിയുന്നു, ലക്ഷങ്ങൾ ശമ്പളം ഓരോരുത്തർക്ക്. അങ്ങനെ വിലക്ക് വാങ്ങാൻ ഏത് മാധ്യമപ്രവർത്തകനെയും വിലക്ക് വാങ്ങാൻ കഴിയുന്നു എന്ന് പറഞ്ഞാൽ തന്നെ സൂക്ഷിക്കണം. ഒന്നാമത്തെ കാര്യം ഒരു മീഡിയ. രണ്ടാമത്തെ കാര്യം, ആ മീഡിയ കൃത്യമായ പൊളിറ്റിക്കൽ ചായവും കൂടി എടുത്തു. എപ്പോൾ? 10 കൊല്ലം പിണറായി വിജയൻ ഭരിക്കുകയാണ്. അപ്പോൾ ഈ മീഡിയയുടെ പണി എന്താ? മീഡിയ ന്യൂസ് റൂമിൽ ഇരുന്നിട്ട് CPM-ന്റെ പാർട്ടി യോഗം നടത്തുക. മനസ്സിലായോ? ചിലപ്പോഴൊക്കെ അത് സെമിനാറുകളും സിമ്പോസിയങ്ങളൊക്കെ ആവാറുണ്ട്. എങ്ങനെ? മീഡിയ റൂമിലൊരു നാടകം, ഒരാൾ BJP-ക്ക് വേണ്ടി വാദിക്കുക, അപ്പോൾ ഇതിനെയൊക്കെ കടത്തി വെട്ടിയിട്ട് ഒരാൾ CPM-ന് വേണ്ടി വാദിച്ച് ജയിക്കുക. ഇത് ന്യൂസ് റൂമിലെ നാടകം. വേറൊന്ന് തെരുവിൽ കോമാളി നാടകം. ഇലക്ഷൻ റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടില്ലായിരുന്നു ഈ ജേർണലിസ്റ്റ്? എങ്ങനെയാണ് അദ്ദേഹത്തിനെ ജേർണലിസ്റ്റ് എന്ന് വിളിക്കുന്നത്? ആളുകൾ ഇദ്ദേഹത്തെ ഡോക്ടർ അരുൺകുമാർ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. സത്യത്തിൽ ഡോക്ടറേറ്റ് നമ്മുടെ നാട്ടിൽ 8ാം ക്ലാസ്സുകാർക്കൊക്കെ കിട്ടുന്ന സാധനമാണ്. ഇപ്പോൾ ഈ ഡോക്ടർ എന്നൊന്നും വിളിച്ചത് വലിയ അലങ്കാരമായിട്ട് കാണുന്നുണ്ട്. മാത്രമല്ല, ഇദ്ദേഹം ഡോക്ടർ എന്ന പേരിൽ മലയാള മാധ്യമ രംഗത്ത് ഡോക്ടർ എന്നറിയപ്പെടുന്ന ഒരാളുണ്ടെങ്കിൽ അത് അങ്ങേയറ്റം അപമാനകരമാണ്. ഇപ്പോൾ കോമൺ സെൻസ് ഇല്ലാത്ത, മിനിമം ജനറൽ നോളജ് ഇല്ലാത്ത ഒരാളെയാണ് നമ്മൾ ഡോക്ടർ എന്ന് ആവർത്തിച്ച് വിളിക്കുന്നത്. തല മുട്ടയടിച്ചുകൊണ്ട് തലക്ക് മുകളിൽ മുടിയില്ല എന്നുള്ളതുകൊണ്ടല്ലല്ലോ, തലക്ക് അകത്ത് വേണമല്ലോ വല്ലതുമൊക്കെ. ഇദ്ദേഹത്തിൻ്റെ ചരിത്രം എന്താ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഓർമ്മയില്ല, എന്തെല്ലാം കേസ് നമ്മൾ കണ്ടതാ. ഇദ്ദേഹം കുതിരപ്പുറത്ത് കയറിയിട്ട് വേറൊരു കുതിരയേക്കാൾ മോശമായിട്ട് ഇരുന്നിട്ട് ഞങ്ങളെ മലബാറിൽ കുതിര എന്നൊക്കെ വിളിച്ചാൽ വളരെ മോശം പേരാ. ആ കുതിര പോണെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോൾ കുതിരപ്പുറത്ത് കയറി, കഴുതപ്പുറത്ത് കയറി ഒക്കെ റിപ്പോർട്ട് ചെയ്യാൻ പോവുക. ഇതിൻ്റെ ഏറ്റവും മോശം മാതൃക ഇവനെ പഠിപ്പിച്ചു കൊടുത്തവൻ്റെ ഉസ്താദാ MV നികേഷ് കുമാർ. കെൻറ്റിക്ക് ഓർമ്മയില്ലേ? കെൻറ്റിലിറങ്ങിയിട്ട് അഴീക്കോട്ടെ ഇലക്ഷൻ പ്രചരണം നടത്തിയിരുന്ന ആ തരത്തിലുള്ള ആളുകൾ. ഒന്ന്. രണ്ടാമത് ഇദ്ദേഹം കാണിച്ച പണി കണ്ടോ? കോമൺ സെൻസ്, ജനറൽ നോളജ്, മിനിമം നോഹൗ ഇല്ലാത്ത ഒരാൾ. ഞാൻ ഡോക്ടറാണ്, ഞാൻ പൊളിറ്റിക്കൽ സയൻസോ മറ്റോ പഠിപ്പിച്ചിരുന്ന ആളാണ്. കോളേജ് അധ്യാപകർക്ക് വിവരം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നന്നായി എന്നറിയാം നമ്മുടെ നാട്. ഇദ്ദേഹവും പഠിപ്പിച്ചിരുന്നു അത്രേ കോളേജിൽ. ഇത്തരക്കാരൊക്കെ പഠിപ്പിച്ച കുട്ടികളുടെ സ്ഥിതി എന്താ? ഇദ്ദേഹമാണ് ജെയിൻ കോളേജിൻ്റെ പരസ്യത്തെ ന്യൂസാക്കി അവതരിപ്പിച്ച. ഓർമ്മയില്ലേ? ഒരു ദിവസം രാവിലെ നമ്മളെ നാട്ടിൽ കറൻസി മാറാൻ പോകുന്നു, അങ്ങനെ. ഓർമ്മയില്ലേ? ഇത് എന്താണ് ഈ സാധനം എന്ന് പോലും പഠിച്ചിട്ടില്ല. ഇപ്പൊ കണ്ടില്ലേ ബൈ മീ എ കോഫി. ബൈ മീ എ കോഫി എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പ്, ഒരു ഏറ്റവും മിനിമം കോമൺ സെൻസ് പോലെ. കോഴിക്കോട്ട് അങ്ങാടിയിൽ ഒരു ചായക്കട ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യമന്ത്രി പോവോ? ഇത്ര വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടാവുമോ അതിന്? ബൈ മീ എ കോഫി എന്താണ്? അതൊരു വലിയ സ്റ്റാർട്ടപ്പാണ്. അതിൻ്റെ സാധ്യത എത്രയാണ്? അതിൻ്റെ സ്കോപ്പ് എത്രയാണ്? അതിൻ്റെ ക്യാൻവാസ് എത്ര വലുതാണ്? ആ മാതിരി സംരംഭങ്ങൾ കേരളത്തിനും ഇന്ത്യക്കും എന്തുമാത്രം ഗുണമുള്ള, ഇതൊന്നും പഠിക്കാൻ പോയില്ല. സതീശൻ ഉദ്ഘാടനം ചെയ്യാൻ പോയി. കാരണം സതീശനെ ഇദ്ദേഹം സ്വീകരിച്ചു വരുന്ന നിലപാട് വെച്ച് ഇഷ്ടമല്ലല്ലോ. CPM-ന് വേണ്ടി മുദ്രാവാക്യം വിളിക്കലാണ് ഇയാളുടെ പണി. അപ്പോൾ സതീശൻ പോകുന്നൊക്കെ എങ്ങനെ കളിയാക്കാം? കാരണം എന്താ വെച്ചാൽ ഇദ്ദേഹത്തിന് ആകെ അറിയാവുന്നൊരു പണി അവനവൻ കൊണ്ടതാണല്ലോ പഠിക്കുക. കേരളത്തിൽ ഇത്ര അപഹാസ്യനായൊരു ഒരു ജേർണലിസ്റ്റ് വേറെ ഉണ്ടോ? പരിഹാസ കഥാപാത്രമായൊരു ജേർണലിസ്റ്റ്. അപ്പോൾ അദ്ദേഹത്തിന് ആകെ അറിയാവുന്ന പണി അദ്ദേഹം കാണുന്ന എല്ലാ പൊതുപ്രവർത്തകരെയും അപമാനിക്കുക, ആക്ഷേപിക്കുക, കളിയാക്കുക. അപ്പോൾ സതീശൻ ചായക്കട ഉദ്ഘാടനം ചെയ്യാൻ പോയി എന്ന മട്ടിലാണ്. ചായക്കട എന്താണെന്ന് കഴിഞ്ഞ ദിവസം നീ എന്നെ ഒരു ഇന്റർവ്യൂവിൽ ഒരു വീഡിയോ ചെയ്തല്ലോ എന്ന് പറഞ്ഞാൽ രാമേന്ദ്രൻ സാറുമായിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞല്ലോ. അതൊരു വലിയ സ്റ്റാർട്ടപ്പാണ്, വലിയ സംവിധാനമാണ്. അതിനെ മുഖ്യമന്ത്രി പോയി അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ വേണ്ടേ? നമ്മൾ സപ്പോർട്ട് ബഹുമാനിക്കല്ലേ വേണ്ടത് അതിനെ? ഓക്കെ. ഇനി ഇതിൻ്റെ കൂടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇമാതിരി അബദ്ധങ്ങൾ. ഇപ്പോൾ ഇദ്ദേഹം CPM-നെയാണല്ലോ പിന്തുണക്കുന്നത്. CPM-ന്റെ പത്രമുള്ള ദേശാഭിമാനി. അദ്ദേഹം സത്യത്തിൽ ദേശാഭിമാനിയുടെ പത്രാധിപർ സ്ഥാനത്തേക്ക് അയക്കേണ്ട ഒരാളാണ്, വേറെ എവിടെ ഇരുത്താൻ കൊള്ളുന്ന ഒരാളല്ല. കണ്ടില്ലേ ഇപ്പോൾ ഈ പറഞ്ഞ ഈ കള്ളൻ വിജയൻ എന്ന് പേര് കേട്ടാൽ അത് പിണറായി വിജയനാണെന്ന് പത്രാധിപർക്ക് തന്നെ തോന്നുന്ന ഒരു പത്രമല്ലേ ദേശാഭിമാനി? ഇപ്പോൾ ഈ ദേശാഭിമാനിയിൽ കുറച്ചു കാലം മുമ്പ് ഒരു വാർത്ത വന്നത്, അത് പറഞ്ഞാൽ പൂർത്തിയാവും.
എന്തുകൊണ്ടാണ് ഈ മാതിരി മൊട്ട അരുൺകുമാർമാർ ദേശാഭിമാനി പത്രാധിപരാകേണ്ടിയിരുന്നു? ഈ കള്ളപ്പണക്കാരുടെ ചാനൽ കയറിയിരുന്ന് കള്ളപ്പണം കൈപ്പറ്റി അവിടെ ഇരുന്നിട്ട് പിണറായി വിജയനെ തകർത്തത് ഇവർ. പിണറായി വിജയനെ നശിപ്പിച്ചതിൽ ആർക്കാ വലിയ പങ്കുള്ള? ഒരു വലിയ പങ്കുള്ള പത്രക്കാരനവൻ, മാധ്യമപ്രവർത്തകനാ. ഇനിയും പിണറായിയെ നശിപ്പിക്കണോ? അതല്ല എനിക്ക് ദേശാഭിമാനിയും കൂടി പൂട്ടിക്കണോ? ദേശാഭിമാനിയിൽ വന്നൊരു ഒറ്റ വാർത്ത ഞാൻ പറഞ്ഞുതരാം. ഒരു ദിവസം രാവിലെ ദേശാഭിമാനിയുടെ 1-ാം പേജിൽ അമേരിക്കയിൽ പട്ടിയിറച്ചി തീറ്റ മത്സരം വാർത്ത വന്നു പറഞ്ഞു. അതിഭീകരമായിട്ട് ഞങ്ങളൊക്കെ എടുത്തിട്ടോളൂ. അന്ന് ഈ ചാനലുകളില്ലാഞ്ഞത് നന്നായി, അല്ലെങ്കിൽ ഒറ്റ CPM-കാരന് പുറത്തിറങ്ങി നടക്കാൻ കഴിയില്ല. എന്താ സംഭവം മനസ്സിലായോ? ഹോട്ട് ഡോഗ് മനസ്സിലായില്ലേ? ഒരു ബർഗറിന്റെ പേരാണത്. ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ബർഗറിന്റെ കമ്പനിയുടെ പേരാണ് ഹോട്ട് ഡോഗ്. അത് അവർ നടത്തിയൊരു മത്സരമാണ്. കാരണം തീറ്റ മത്സരങ്ങൾ നടത്തുമല്ലോ, നല്ല ഫുഡ് കമ്പനികളൊക്കെ തീറ്റ മത്സരങ്ങൾ നടത്തും. അപ്പോൾ ഹോട്ട് ഡോഗ് തീറ്റ മത്സരം ആളുകൾ ആർത്തലച്ച് വരും, ഫ്രീ ആയിട്ട് തിന്നൂടെ, എത്ര വേണമെങ്കിലും തിന്നാലോ, ഏറ്റവും കൂടുതൽ തിന്നുന്നവന് വലിയ ക്യാഷ് അവാർഡും കിട്ടും. വളരെ കൗതുകം നിറഞ്ഞൊരു വാർത്ത ഇവരെങ്ങനെ എടുത്തു എന്നറിയോ? അമേരിക്കക്കാർ പട്ടിയിറച്ചി തിന്നുന്നവരാണ്, അവിടെ പട്ടിയിറച്ചി തീറ്റ മത്സരം. കാരണം എന്താ, ഈ CPM-ന്റെ അനുയായികൾക്കും ദേശാഭിമാനിയുടെ വായനക്കാർക്കും ഒരു സ്വഭാവം ഉണ്ടല്ലോ, എവിടെയൊക്കെ അമേരിക്കക്കാരെ ചീത്ത വിളിക്കാൻ വല്ല അവസരമുണ്ടോ അത് പറഞ്ഞു. ഇന്നാണെങ്കിൽ ഈ പട്ടിയിറച്ചിയും പാട്ടക്കസേരയും ഒക്കെ കൂടി ചേർത്ത് പറയും. ആ ദേശാഭിമാനിക്കാർക്ക് ആ ഒരു സ്വഭാവമുണ്ട്. എന്താണ് ഹോട്ട് ഡോഗ് എന്ന് പോലും പഠിക്കാതെ, ഹോട്ട് ഡോഗ് എന്ന് കേട്ടാൽ നല്ല ചുട്ട പട്ടിയിറച്ചിയാണ്, അത് തിന്നാൻ മത്സരം സംഘടിപ്പിക്കുന്നു എന്നൊക്കെ വിചാരിച്ച CPM-ന്റെ പാതയിൽ ഇപ്പം നിൽക്കുന്ന, CPM-നകത്ത് ദേശാഭിമാനിക്ക് അകത്ത് ഇത്ര ശമ്പളം കിട്ടാത്തതുകൊണ്ട് അവിടെ പോകുന്നില്ല എന്നുള്ളൂ. അല്ലെങ്കിൽ ഇരിക്കേണ്ട കസേര അതാണ്. ഇവൻ CPM-നെ അപമാനിക്കുന്നു. എന്താ പറയുക, പുതിയ കാലത്തെ മുഴുവൻ ജേർണലിസ്റ്റുകൾക്ക് അവമാനമാണ് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം. മാത്രമല്ല, ഇനിയിപ്പോൾ ഈ ചാനലിന് തന്നെ പണി കിട്ടാൻ പോകുന്നു. നല്ലത് ചേട്ടന്മാർ എന്ന് പറഞ്ഞാൽ ഈ മുതലാളിമാരകത്താകുന്നതിന് മുമ്പ് അരുൺകുമാറിന് പ്രാണനും കൊണ്ട് അല്ലെങ്കിൽ ഉപജീവന മാർഗാർത്ഥം ഈ നക്കാപ്പിച്ച കിട്ടിയാൽ മതിയെങ്കിൽ അത് കിട്ടുന്ന ഇടം നോക്കിയിട്ട് പുറത്തിറങ്ങുന്നതായിരിക്കും നന്നാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.